പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനി നമ്മുടെ കുടുംബ ബജറ്റിലേക്ക് ഒന്ന് നോക്കിയാലോ. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ വിലക്കയറ്റമാണല്ലേ, സർവത്ര വിലക്കയറ്റമല്ലേ. നമ്മൾ ഈ സാധാരണ പറയുന്നത് പോലെ ഉപ്പ് മുതൽ കർപ്പൂരത്തിന് വരെ കൊടിയ വിലയാണ് നാട്ടിൽ. വെളിച്ചെണ്ണയിൽ വറുക്കുകയും പൊരുക്കുകയും ഒക്കെ ചെയ്തിരുന്നവരൊക്കെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലിലേക്കും പാം ഓയിലിലേക്കും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നിലവിലെ വില വിവരങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. പലരും ഞെട്ടിപ്പോ ഇപ്പോഴത്തെ വില വിവരം കേൾക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നൽകുന്ന വില വിവര കണക്കുകളൊക്കെ അനുസരിച്ച് വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണയുടെ വില 409.64 രൂപ, അതായത് 409 രൂപ 64 പൈസ നൽകണമെന്നാണ്. ഇനി ഈ 409 രൂപ 64 പൈസയ്ക്കല്ല നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത് എന്നുള്ളതാണ് സത്യം. നമുക്ക് 1 കിലോ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നമ്മൾ 425 രൂപ മുതൽ 435 രൂപ വരെ നൽകേണ്ടി വരും. തേങ്ങയുടെ വില നോക്കുകയാണെങ്കിൽ തേങ്ങ വില 85 മുതൽ 90 രൂപ വരെയാണ് എന്നുള്ളതാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില മാത്രമാണല്ലോ. അങ്ങനെയല്ല, മറ്റ് സാധനങ്ങൾക്കും സാമാന്യം വില കൊടുക്കേണ്ടി വരും നമുക്ക്. കാരണം മട്ടയരിക്ക് കൊടുക്കേണ്ടി വരുന്ന വില, 1 കിലോ മട്ടയരിക്ക് 51 രൂപ 43 പൈസയാണ്. പാവയ്ക്ക കിലോയ്ക്ക് 75 മുതൽ 80 രൂപ വരെ നൽകുക. അതായത് ഓരോ ജില്ലകളനുസരിച്ച് ഇങ്ങനെ ഏറ്റക്കുറച്ചിലൊക്കെ വന്നുകൊണ്ട്, അതാണ് ഈ 75, 80 എന്ന് പറയുന്നത്. ബീൻസിന് 1 കിലോ ബീൻസ് വേണമെങ്കിൽ 90 രൂപ കൊടുക്കണം. അതേപോലെ പച്ചമുളക് വേണമെങ്കിൽ 125 രൂപയും നൽകണം. അപ്പോൾ ഇങ്ങനെയാണ് നിലവിലെ പച്ചക്കറികളുടെയൊക്കെ വില. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റ് പച്ചക്കറികൾക്കുമൊക്കെ ഇതേപോലെ വിലക്കയറ്റമുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ വിലയിലേക്ക്, ഇപ്പോൾ റെക്കോർഡ് വില വെളിച്ചെണ്ണയ്ക്കാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ വിലയിലേക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 425 എന്ന് വില കേട്ട് നമ്മളൊക്കെ ഒന്ന് ബോധം കെടുന്ന സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം അതായത് 2024 ഇതേ ദിവസം ഉണ്ടായിരുന്ന വില എത്രയാണെന്ന്. അതായത് ഞാൻ ഈ ചാർട്ട് വെച്ച് പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. 2025, അതായത് ഇപ്പോൾ വെളിച്ചെണ്ണ വില 425 രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഉണ്ടായിരുന്ന വില 164 രൂപയാണ്. അതായത് 260 രൂപയുടെ വർധനമാണ് ഒരു വർഷം കൊണ്ടുണ്ടായത് വെളിച്ചെണ്ണ വിലയിൽ. അതേപോലെ തേങ്ങയുടെ വിലയിലും ഉണ്ട് ഈ വലിയ വർധനവ്. തേങ്ങയ്ക്ക് ഇപ്പോൾ 1 കിലോ തേങ്ങ വേണമെങ്കിൽ 90 രൂപ കൊടുക്കണം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 35-നും 40-നും ഒക്കെ ഇടയിൽ 35 രൂപയും 40 രൂപയൊക്കെ കൊടുത്താൽ 1 കിലോ തേങ്ങ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ 90 രൂപ കൊടുക്കണം. അതായത് വർധനവ് വന്നിരിക്കുന്നത് 55 രൂപയുടേതാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ വില സ്ഥിരത, നമ്മുടെ നാട്ടിലെ വില സ്ഥിരത അട്ടിമറിക്കപ്പെട്ടത് ഈ വർഷമാണെന്ന്. നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് കേരങ്ങളുടെ നാടാണ് എന്നാണ് പറച്ചിലല്ലേ. പക്ഷേ ഇപ്പം നമ്മളൊന്ന് ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കണമെങ്കിൽ പോലും തേങ്ങയ്ക്ക് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നമ്മളൊക്കെ. അതായത് ഇപ്പോൾ നമ്മുടെ വിപണി വില നിശ്ചയിക്കുന്നത് നമ്മളല്ല, തമിഴ്നാടാണ് എന്നാണ് സാരം. കൊച്ചിയിലെ മൊത്ത വിപണിയിൽ ഇന്നലെ വെളിച്ചെണ്ണയുടെ വില ക്വിൻ്റലിന് 38,200 രൂപയിലെത്തി. തൃശ്ശൂരിലാണെങ്കിൽ 38,800 രൂപയായിരുന്നു ക്വിൻ്റൽ വില. കൊപ്രയുടെ ക്ഷാമത്തെ തുടർന്ന് ഓണക്കാലം എത്തുമ്പോൾ ഇങ്ങനെ പോയാൽ വില 500 രൂപ വരെ എത്താനുള്ള സാധ്യതയാണ് വിപണിയിലുള്ളവരൊക്കെ, വ്യാപാരികളൊക്കെ പറയുന്നത്. എന്തൊരു വിലക്കയറ്റമാണല്ലേ. നമുക്ക് ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട്, കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്തിനോട് ചോദിക്കാം. ശ്രീജിത്ത്, ഈ പണ്ടൊക്കെ ആണെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണ അതിൻ്റെ വില 300 രൂപ എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഞെട്ടുമായിരുന്നു. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 300 രൂപയോ? ആ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ 425-ഉം 430 രൂപയൊക്കെ കൊടുത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വിലക്കയറ്റം ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ശ്രീത്ത്? സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെ അപ്പാടെ താളം തെറ്റിക്കുന്ന കാര്യങ്ങളാണല്ലോ. തീർച്ചയായും സാധാരണക്കാരെ മാത്രമല്ല എല്ലാവരെയും, ഏത് മനുഷ്യനെയും ബാധിക്കുന്നതാണ്. 1 കിലോയ്ക്ക് 300-400 രൂപ സേതു പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ എല്ലാ മനുഷ്യരും ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിശദമായി പോയാൽ ഈ കൊപ്ര കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. കൊപ്ര കിട്ടാനില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സേതു പറഞ്ഞതിന് തമിഴ്നാട് മാത്രമല്ല, കേരളത്തിലേക്ക് വെളിച്ചെണ്ണ വരുന്നതിൽ അല്ലെങ്കിൽ കൊപ്ര വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തമിഴ്നാടും കർണാടകവും കൂടിയുണ്ട്. കർണാടകവും കൂടി ചേരുമ്പോഴാണ് ഈ കേരളത്തിലേക്കുള്ള കൊപ്രയുടെ വരവ് ഏറ്റവും കൂടുതലുള്ളത്. ഈ 2 സംസ്ഥാനങ്ങളിലും കൊപ്ര ഉണ്ടാക്കുന്നതിൽ നിന്ന് വലിയ പിന്നോക്കം പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നാളികേരവും കിട്ടാനില്ല. ഈ 2 കാരണങ്ങൾ, നാളികേരവും കിട്ടാനില്ല, നാളികേരത്തിൽ നിന്നും കൊപ്രയിലേക്കും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കൊപ്ര വരുന്നത് കുറയുന്നു. കേരളത്തിലെ മില്ലുകളിലേക്ക് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നാണ് വെളിച്ചെണ്ണ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് ഇവിടെ
ഇവിടെ നമ്മുടെ കേര അല്ലാതെ മറ്റ് ചില സ്വകാര്യ സ്വകാര്യ മില്ലുകൾ കൂടിയുണ്ട്. അവിടെ നിന്നും വെളിച്ചെണ്ണ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ മില്ലുകളിലേക്ക് കൊപ്ര എത്തുന്നില്ല. പല മില്ലുകളും തമിഴ്നാട്ടിലെ, എൻ്റെ കയ്യിലുള്ള കണക്ക് പ്രകാരം പിന്നെ തമിഴ്നാട്ടിലെ മില്ലുകളിൽ ഒരു 10% മില്ലുകൾ അടച്ചു പൂട്ടി കഴിഞ്ഞു. ഇത് നിലവിൽ ഇപ്പോൾ സേതു പറഞ്ഞ പോലെ അടുത്ത ഓണക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു 20%-ലധികം മില്ലുകൾ പൂട്ടുന്നതോടുകൂടി വില 500-ന് മേലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും ഓണം വരെ ഇനിയിപ്പോൾ ഓണത്തിന് 2 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വേറൊരു കാര്യം, ഇപ്പം ഞാൻ ഈ വിചാരിക്കുന്ന പോലെ ഇപ്പം സാധാരണ ദിവസക്കൂലിക്ക് പോകുന്ന ഒരാൾ, ഇപ്പോൾ ഒരു 500 രൂപയ്ക്ക് ദിവസക്കൂലി കിട്ടുന്ന ഒരു മനുഷ്യൻ 425 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 430 രൂപ കൊടുത്ത് പോട്ടെ, ഈ നമ്മുടെ സാധാരണ നോർമൽ വില 409 രൂപയാണ്. വിപണിയിൽ നമ്മൾ ചില്ലറയ്ക്ക് ചെല്ലുമ്പോഴാണ് ഈ 430-ലേക്ക് വരുന്നത്. 409 രൂപ കൊടുത്താൽ പോലും 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ പിന്നെ നീക്കിയിരിപ്പില്ലെന്നേ. ഒരാളൊന്ന് കിടപ്പിലായിപ്പോയി എന്ത് ചെയ്യും ഇവരൊക്കെ? വെളിച്ചെണ്ണ കൊണ്ട് മാത്രമായില്ലല്ലോ. സേതു തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പച്ചക്കറിയും അരിയും കൂടി വാങ്ങിക്കഴിയുമ്പോഴേക്കും ആ 500 രൂപയും കഴിഞ്ഞ് ബാക്കി അയാൾ കടം വാങ്ങേണ്ട സ്ഥിതിയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ 1000 രൂപ തന്നെ ഒരു ദിവസ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ പിന്നീട് വാങ്ങേണ്ടത് കടം തന്നെ വാങ്ങേണ്ട അവസ്ഥയാണ്. കുട്ടികളുടെയും വീട്ടുകാരുടെയും കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമല്ല, ഒരു മാസം ആകുമ്പോഴേക്കും സമ്പാദിക്കുന്നത് പോയിട്ട് പിന്നീട് അടുത്ത മാസം കടന്നു പോകണമെങ്കിൽ, അടുത്ത 1-ാം തീയതി കടന്നു പോകണമെങ്കിൽ ഈ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഉറപ്പായി അയാൾ കടം വാങ്ങേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൊപ്ര വന്നാലും വന്നില്ലെങ്കിലും സർക്കാരിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഈ വിപണിയിൽ വില പിടിച്ചു നിർത്താൻ പറ്റും. നാളികേരം അവിടെ നിൽക്കട്ടെ, നാളികേരത്തിന് ഇപ്പോൾ വലിയ ക്ഷാമമുണ്ട്. ഒരുപക്ഷെ അടുത്ത മാസം കൂടി ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൊപ്രയുടെയും നാളികേരത്തിൻ്റെയും അല്ലെങ്കിൽ ഉൽപ്പാദനം കൂടുകയും വില കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ പച്ചക്കറിയുടെ വില പിടിച്ചു നിർത്താൻ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുന്നില്ല എന്നാണ് ഈ കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള കണക്കുകൾ കുറെ കൂടി ഞെട്ടിക്കുന്നതാണ് ചെയ്തു. അതിനകത്ത് ഈ ഇഞ്ചി മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, ഏത്തക്ക, കത്തിരിക്ക, കുമ്പളങ്ങ, കൂർക്ക, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളുടെ വില. ഇത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ കണക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഹോർട്ടികോർപ്പ് എന്നൊരു സംവിധാനം കൂടിയുണ്ട്. അതായത് വിപണിയിൽ വില പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാരിൻ്റെ സംവിധാനമാണ് കൃഷി വകുപ്പാണ് അക്കാര്യത്തിൽ നിയന്ത്രിക്കുന്നത്. ഈ 2 സംവിധാനത്തിലും ഇടപെടൽ പൂർണ്ണമല്ല. ഇത് ഏതാണ്ട് ഇപ്പോൾ ഈ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലൊക്കെ കേരളത്തിൽ ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഹോർട്ടികോർപ്പിൽ പോയാൽ പച്ചക്കറികൾ ഉണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ അടുത്ത് എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ നമ്മൾക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ഉണ്ടാകാറില്ല. പിന്നെ ഉണ്ടാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന സവാളയും തക്കാളിയുമാണ്. അത് വ്യാപകമായി മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട് അത് തൽക്കാലം ഉപയോഗിച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ. നാടൻ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നാടൻ പയർ എവിടെയാണ് ഇപ്പോൾ കിട്ടുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളുടെ കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃഷി നടക്കുന്നില്ല, പച്ചക്കറി ഉൽപ്പാദിപ്പിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഉൽപ്പാദനം കുറയുന്നതാണ് വില കൂടാൻ സ്വാഭാവികമായ കാരണം. മഴ കുറയുന്നതുകൊണ്ടാണ് കൊപ്രയുടെ ഉൽപ്പാദനം, നാളികേരത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് നമുക്ക് വിചാരിക്കാം. പക്ഷേ മറുവശത്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതിൻ്റെ വില കൂടുന്നു, സർക്കാർ അതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രൂപത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ വർഷം 150 രൂപയായിരുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ 400 രൂപ എന്ന് പറഞ്ഞാൽ ഇത് സർക്കാരോ അല്ലെങ്കിൽ ജനങ്ങൾ പോലും, ഇപ്പോൾ നമ്മളത് എന്തിനോടും പിന്നെ യൂസ്ഡ് ആകുന്ന സമൂഹമാണ് നമ്മൾ. കാരണം നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയല്ലാതെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ നിർവാഹമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന സംസ്ഥാനമാണ് നമ്മൾ. പക്ഷേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് പച്ചക്കറി. ആ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിലക്കയറ്റം വലിയ രൂക്ഷമാകുന്നത്. ഇടപെടൽ വിപണിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. ഈ കണക്കുകൾ നമ്മുടെ തന്നെയാണ് വേണ്ടതും. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വിപണി ഇടപെടൽ അത് എന്നുണ്ടാകുമെന്നൊരു കാര്യത്തിലാണ് സംശയം. സാധാരണക്കാരൊക്കെ ഇങ്ങനെ പോയാൽ എങ്ങനെ സാധാരണക്കാരല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അരി വാങ്ങാൻ നിവർത്തിയില്ല, പച്ചക്കറി വാങ്ങാൻ നിവർത്തിയില്ല. ഒന്ന് ചമ്മന്തി അരച്ച് ഒരു ഉപ്പും കൂട്ടി ചമ്മന്തി അരച്ച് കഴിക്കാന്ന് വെച്ചാൽ തേങ്ങയും ഇല്ല, തേങ്ങ വാങ്ങാനുള്ള കാശ് മനുഷ്യനില്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. ഒരു വിപണി ഇടപെടലൊക്കെ ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.